ഓണാഘോഷത്തെ സംബന്ധിച്ച് നമ്മുടെ കാസിം ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടോ കേട്ടോ. അതല്ല, ഭിന്നതയാണ് ഇവിടെ ഉള്ളത്. ഇപ്പം ലക്ഷ്മി നമ്മളെ പെങ്ങൾ ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചു, നമ്മളും രാജ്യവും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് അവരുടെ സമുദായത്തെ തള്ളിപ്പറയാൻ കഴിയോ? ഒരിക്കലും കഴിയില്ല. എന്തുകൊണ്ട്? അങ്ങനത്തെ ഒരു ബന്ധമാണ്. അങ്ങനത്തെ ആളുകൾ എൻ്റെ കൂട്ടുകാരുണ്ട് മൂത്തടുത്ത് എൻ്റെ ഒപ്പം ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവർ. നമുക്ക് അവരുടെ സമുദായത്തെ തള്ളി പറയാൻ പറ്റില്ല. അവരുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അവരെ വീട്ടിൽ ഓണുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് വർഷം കഴിക്കും, നമ്മളെ വീട്ടിൽ പെരുന്നാളുണ്ടെങ്കിൽ അവർ ഇവിടുന്ന് വർഷം കഴിക്കും. ഇതൊക്കെ കൊണ്ട് ഒഴിവാക്കിയപ്പോൾ പിന്നെ ആഘോഷങ്ങളിലെ ഭക്ഷണം പോലും പരസ്പരം കഴിക്കാൻ പാടില്ല എന്നുള്ളിടത്താണ് മതപരമായ ഫത്വ. അതിനൊക്കെ എത്താനുള്ള കാരണം എന്താ? ഈ ഒരു വൈജാത്യത. അങ്ങനെ ഒരു കെട്ടുപടഞ്ഞ് കിടക്കുന്ന ചരിത്രമാണ് ഹിന്ദു മുസ്ലിം ചരിത്രം. ചോയിയുടെ അമ്പലം നിൽക്കുന്നുണ്ട് പൊന്നാനിൽ, വെളിയങ്കോടിനടുത്ത് 3 ഏക്കർ ഭൂമി. ഈ ഭൂമി കൊടുത്താരാ? അമ്പലം വെക്കാൻ ചോയിൻ്റെ അമ്പലം എന്ന് പറഞ്ഞാൽ അമ്പലത്തിന് പള്ളി കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും, വെളിയങ്കോട് പള്ളി കയറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത്, അതിൻ്റെ എല്ലാ പണിയും മുന്നിൽ നിന്ന് പണിക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ചും സേവനം ചെയ്ത് ചോയ്യ. പള്ളിപ്പണി കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ അന്ന് ഇനി എനിക്കെന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പോൾ പറഞ്ഞു, കോൽക്കാരനെയും കൂട്ടി വന്ന ആളെ, കോൽക്കാരൻ എന്ന് പറഞ്ഞാൽ അളവുകാരൻ, പിറ്റുന്നൊരു അളവുകാരനെ കൊണ്ടുവന്നപ്പോൾ അമ്പലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഏക്കർ ഭൂമി, കണ്ണായ സ്ഥലത്ത് 3 ഏക്കർ ഭൂമി ആര് കൊടുത്തു? ഉമർ ഖാലി കൊടുത്തു. ആ ഉമർ ഖാലിയെ മറന്നിട്ട് ഇസ്ലാം നമുക്കുണ്ടാവുമോ? ഇന്ന് നിന്റെ ഫത്വാക്കൾ നോക്കുമ്പോൾ ഇതിനെ ആലോചിക്ക്. കളിയാട്ടക്കാവ് മഹാഭഗവതി ക്ഷേത്രത്തിന് സ്ഥലം കൊടുത്താരാ? മമ്പറത്തങ്ങൾ. ഈ ഒരു പരസ്പര ബന്ധം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, കഴിഞ്ഞ 1400 ചില്ലാനം കൊല്ലത്തിൻ്റെ ഭാരതീയ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ഹിന്ദുക്കളെ മറക്കാൻ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് കഴിയില്ല. ഈ ഹിന്ദുക്കളുടെ സമർപ്പണം ഇല്ലായിരുന്നുവെങ്കിൽ ഇസ്ലാമിന് ഒരു പുൽക്കൊടി പോലും ഇവിടെ ഉണ്ടാക്കാനും കഴിയില്ല. ഇന്ന് സമൃദ്ധമായി നിൽക്കുന്ന നിറകുംഭങ്ങളായ പള്ളികൾ, സ്ഥാപനങ്ങൾ, മദ്രസകൾ, അതൊക്കെ ഹിന്ദുക്കളുടെയും കൂടെ സഹകരണത്തിൻ്റെ പ്രതീകങ്ങളാണ്. അല്ലെങ്കിൽ ഈ സമുദായം ഒന്നിനും കഴിയില്ല, തിരിച്ച് ഹിന്ദുക്കൾക്ക് കഴിയില്ല.